കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഔദ്യോഗിക ചിഹ്നമായി ഓട്ടോറിക്ഷ ആവശ്യപ്പെടാൻ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെയാണ് ഓട്ടോറിക്ഷ ചിഹ്നം ഔദ്യോഗികമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചത്. കേരള കോൺഗ്രസ് ജോസഫിന് സംസ്ഥാന പാർട്ടി പദവിയും ലഭിച്ചു. ചിഹ്നം ഏതാണെന്നറിയാതെ ചുമരെഴുതി, പോസ്റ്റർ ഒട്ടിച്ചു. രണ്ടിൽ ഔദ്യോഗിക ചിഹ്നമായി കിട്ടിയ കേരള കോൺഗ്രസ് എമ്മിന്റെ ആക്ഷേപവും കേട്ടു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഓട്ടോറിക്ഷ ചിഹ്നം അനുവദിച്ചു. ഓട്ടോറിക്ഷ എന്തായാലും വഴിയിൽ കിടന്നില്ല, ഓടിക്കയറി ഡബിൾ സ്പീഡിൽ. വലിയ ഭൂരിപക്ഷത്തിന് ഫ്രാൻസിസ് ജോർജ് ജയിച്ചതോടെ ഓട്ടോറിക്ഷ ഭാഗ്യചിഹ്നമായി. രണ്ടിലയോട് കോട്ടയത്തുകാർക്കത്ര കൂറില്ലെന്നും ഓട്ടോറിക്ഷയായാലും ജയം ഉറപ്പെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. UDF വലിയ തിളക്കമാർന്ന വിജയമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. 20-ൽ 18 സീറ്റും ജയിച്ചു എന്നുള്ളത് വലിയൊരു വിജയമായിട്ട് കണക്കാക്കാം. ജോസ് കെ മാണിയുടെ പാർട്ടിയെ കോട്ടയത്തെ പാർലമെന്റ് അംഗീകരിക്കുന്നില്ല, ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയിരിക്കുന്നു. ഓട്ടോറിക്ഷ കുതിക്കുമ്പോൾ ജോസ് കെ മാണിയും രണ്ടിലക്കാരുമൊക്കെ അല്പം മാറി നിൽക്കട്ടെ എന്നാണ് PJ ജോസഫിന്റെ പക്ഷം. UDFന് തൃശൂരിലുണ്ടായ തോൽവി കനത്തതാണെന്ന് പറയുമ്പോഴും അതിന്റെ പാഠങ്ങളൊക്കെ പഠിച്ച് കോൺഗ്രസ് തിരുത്തുമെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിലയിരുത്തുന്നു. ഏതായാലും സംസ്ഥാന പാർട്ടി പദവി ലഭിച്ചതിന് പിന്നാലെ ഔദ്യോഗിക ചിഹ്നം കൂടിയാകുന്നതോടെ വേറെ ലെവലാകും പാർട്ടി എന്നാണ് പ്രതീക്ഷ. റിപ്പോർട്ടർ, കോട്ടയം.